ഹലോ ഗൈസ്, ക്രിക്കറ്റ് മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് വരുന്നതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. സോറി ഗൈസ്, ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി അങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക തമ്മിലുള്ള ODI സീരീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2 മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനി ഒരൊറ്റ മത്സരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ ശ്രീലങ്കയാണ് 1-0 ലീഡ് നേടിയിട്ടുള്ളത്. ഇനി അടുത്ത മത്സരം ഇന്ത്യൻ ടീമിന് വിജയിച്ചാൽ മാത്രമേ സമനിലെങ്കിലും പിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ജീവമരണ പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. വിരാട് കോഹ്ലി, അതെ, ഇന്ത്യൻ ക്രിക്കറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയും ഇതിഹാസ തുല്യനുമായിട്ടുള്ള കിങ് കോഹ്ലി, ദ റെക്കോർഡ് ബ്രേക്കർ എന്നൊക്കെ കോഹ്ലി നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അത്രയധികം കിടിലൻ റെക്കോർഡുകളാണ് വിരാട് കോഹ്ലി തന്റെ ആ ഒരു കരിയറിലുടനീളം സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തൊക്കെയാലും കോഹ്ലി ഇപ്പോൾ തന്റെ ആ ഒരു തനത് ഫോമിലാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാധകരിൽ പലരും ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണിത്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുമുണ്ട്. കാരണം നമ്മളിപ്പോൾ ആ ഒരു IPL ഒക്കെ കഴിഞ്ഞതിന് ശേഷം T20 വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിന് വളരെ മോശം പ്രകടനമാണല്ലോ കണ്ടത്. ബട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വേണ്ട സമയത്ത്, നിർണായക സമയത്ത് തീർച്ചയായിട്ടും കോഹ്ലി തന്റെ ആ ഒരു ഫോം പുറത്തെടുത്തു. അതെ, T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം മുത്തമിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കോഹ്ലിയുടെ പ്രകടനവും വളരെ നിർണായകമാണ്. എന്തൊക്കെയായാലും കോഹ്ലി തന്റെ ആ ഒരു തനത് ഫോം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നില്ലേ? നമുക്ക് പെട്ടെന്ന് ചില കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ വർഷം ഇതുവരെ വിരാട് കോഹ്ലി 14 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം ഒരൊറ്റ ഹാഫ് സെഞ്ചുറി മാത്രമേ കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, തീർച്ചയായിട്ടും കോഹ്ലിയെ പോലെയുള്ള ഒരു ലോകോത്തര നിലവാരമുള്ള ബാറ്ററിൽ നിന്നാണ് ഒരു വർഷം 14 മത്സരങ്ങൾ കളിച്ചിട്ട് അതിലൊരൊറ്റ അർദ്ധ സെഞ്ചുറി പിറന്നിട്ടുള്ളത്. അതൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഒരു അർദ്ധശതകമാണ്. എന്തൊക്കെയായാലും മറ്റുള്ള മത്സരങ്ങളിലൊന്നും തന്നെ കോഹ്ലിക്ക് ഈ വർഷം കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. കേവലം 258 റൺസ് മാത്രമാണ് ഇരു മത്സരങ്ങളിൽ നിന്നെല്ലാമായി കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളതും. മാത്രമല്ല ഈ ഒരു ഒറ്റ വർഷത്തിൽ തന്നെ കോഹ്ലി കളിച്ചിട്ടുള്ള 14 മത്സരങ്ങളിൽ 3 തവണ T20യിൽ അദ്ദേഹം ഡെക്കിൽ പുറത്തായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നിരാശാജനകമായിട്ടുള്ള കണക്കാണ്. പക്ഷേ ഇത് വിരാട് കോഹ്ലിയാണ്. അതെ, ഒരു കണക്ക് വെച്ചിട്ടും ഈ ഒരു താരത്തെ നമ്മൾ അളക്കേണ്ടതില്ല. അത് നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ്. യെസ്, എത്ര തവണ നമ്മളങ്ങനെ കോഹ്ലിയുടെ ഭാഗത്ത് നിന്നും അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെ നമ്മൾ വീണ്ടും കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.